ഇപ്പോൾ വി കെ ശ്രീകണ്ഠൻ MP മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം എല്ലാം വർദ്ധിപ്പിച്ചു. 500 സ്ക്വയർ ഫീറ്റ് വീട് പണിയണമെങ്കിൽ 10 ഇരട്ടിയായിട്ട് അതിൻ്റെ ഫീസ് വർദ്ധിപ്പിച്ചു. ജനങ്ങളെ ഏറ്റവും കൂടുതൽ ശിക്ഷിച്ച ഒരു ഗവൺമെൻറ്, ജനങ്ങളെ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരെ കൈവിട്ട ഒരു ഗവൺമെൻറ്, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, റേഷൻ കടയിൽ അരിയില്ല, പഞ്ചസാരയില്ല, മണ്ണെണ്ണയില്ല. അതുപോലെ തന്നെയാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം. ഒരു വരുമാനമില്ല, ആശുപത്രികളിൽ പോയാൽ ഡോക്ടറുമില്ല, മരുന്നുമില്ല. ഇങ്ങനെ അരക്ഷിതമായ ഒരു അവസ്ഥയിൽ പാവപ്പെട്ടവരെ തള്ളിവിട്ട് അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും വക്താക്കളായി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മാറിയ അത്യപൂർവമായ ഒരു സാഹചര്യമാണ് കേരളം കണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും എതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, അവർക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ സമൂഹ മധ്യത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു കാലഘട്ടം. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിച്ച തരത്തിൽ പ്രവർത്തിക്കാത്ത നേതൃത്വം ഇതുപോലെ ആശയ ഭിന്നത കൊണ്ടും അഭിപ്രായ വ്യത്യാസം കൊണ്ടും പാർട്ടി എന്ന് പറയുന്നത് ഒരു വിഭാഗം ആളുകളുടെ കയ്യിലുള്ള ഒരു ചട്ടകമാക്കി പാർട്ടിയെ മാറ്റിയത്, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തു.